காந்தலூரில் காட்டு யானைகளை விரட்டுவதற்கான நடவடிக்கை தொடங்கப்பட்டது. 3 அணிகளாக 73 பேர் இதில் உள்ளனர். மக்கள் வசிக்கும் பகுதிகளில் யானைகளை விரட்டுவதற்கு முதல் கட்டமாக நடவடிக்கை எடுக்கப்படும். காந்தலூரில் காட்டு யானை விரட்டுவதற்காக நடவடிக்கைகள் ஆரம்பிக்கப்பட்டுள்ளன. 3 அணிகளாக 73 பேர் கொண்ட சங்கம்தான் இதில் உள்ளது. தற்பொழுது மக்கள் வசிக்கும் பகுதிகளிலும் விவசாய இடங்களில் உள்ள யானைகளை அதன் விவரத்தின் அடிப்படையில் பெருமலை, வேட்டைக்காரன் கோவில், குளச்சிவையில், காரையூர், நத்தப்பாறை போன்ற இடங்களை மையமாக வைத்துதான் தற்பொழுது நடவடிக்கை ஆரம்பிக்கப்பட்டுள்ளது. தற்பொழுது யானைகளை கண்காணிப்பதன் அடிப்படையில் வேறு இடங்களிலும் கிராமங்களிலும் பாதுகாப்பு உத்தரவும் കൊടുக்கப்பட்டுள்ளது. ആ ഗ്രൂപ്പിൽ നിന്ന് ആനകൾ ഓടിക്കുവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ മെയിൻ റോഡിൻ്റെ അടുത്ത് എത്തുമ്പോൾ വണ്ടികൾ ബ്ലോക്ക് ചെയ്ത് ടൂറിസ്റ്റുകളുടെ ആണെങ്കിലും സാധാരണ ആൾക്കാരുടെ വണ്ടികൾ ബ്ലോക്ക് ചെയ്ത് സുരക്ഷിതരായി മാറ്റി നിർത്തിയതിന് ശേഷം ആനകളെ നമ്മൾ കാട്ടിലേക്ക് ഓടിച്ചു കൊടുക്കുന്നതായി. மறையூர் டிவிஷனில் வனத்துறை அதிகாரிகள், ஆர்ஆர்டி சங்கங்கள், பஞ்சாயத்து, ரெவன்யூத்துறை போன்றவற்றின் தலைமையில் தான் யானைகளை விரட்ட முதல்கட்ட നടപടി എടുക്കപ്പെട്ടുള്ളത്. ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ ഡ്രൈവിംഗ് തുടങ്ങാനായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ 9 മണിക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കുഴപ്പമില്ല, എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ള താമസമാണ്. അപ്പോൾ ഞാൻ ഈ അധികം വിശദീകരിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ മറ്റ് നാട്ടുകാരെ പൊതുവേ ഈ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ട് 73 പേരടങ്ങുന്ന സ്റ്റാഫ്, മറയൂരിലെ സ്റ്റാഫുകൾ മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ 350 പേര് വെച്ചാണ് ചെയ്തത്. ഇപ്പോൾ 73ഓളം പേരാണ്. അതപ്പോൾ എല്ലാവരും തന്നെ ഫീൽഡ് അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാന്തല്ലൂർ റേഞ്ചിലെ സ്റ്റാഫുകൾ, സ്റ്റേഷനിലെ സ്റ്റാഫുകളായിരിക്കും ഇതിൻ്റെ ടീം ലീഡേഴ്സ്. വെച്ചാൽ ടെറൈൻ അറിയാവുന്നവർക്കാണ്. ഇപ്പോൾ മറയൂർ വന്ന ടീമുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാകും. പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് ടീമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്ലാൻ അനുസരിച്ചിട്ട് 2 ടീമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 ടീമുകളിൽ, അതായത് ഇപ്പോൾ വി ജെ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലൊരു ടീം, രാധാകൃഷ്ണൻ ഉണ്ടല്ലോ അല്ലേ, ഇപ്പോൾ ടീം ലീഡേഴ്സ്, ഇതെല്ലാവരും ശ്രദ്ധിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പെരുമല ഭാഗത്തിൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രാധാകൃഷ്ണനായിരിക്കും. അദ്ദേഹമായിരിക്കും അതിൻ്റെ ഗൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ആ ഒരു ഡ്രൈവിംഗ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മറയൂർ.